നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 30 ചൊവ്വാഴ്ചയാണ്. ഗ്ലോബൽ മാർക്കറ്റുകളിൽ ആദ്യം US മാർക്കറ്റ് ഒരു മിക്സഡ് അവസ്ഥയിലാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. യൂറോപ്യൻ മാർക്കറ്റുകളും മിക്സഡ് ആയിട്ട് തന്നെയാണ് ക്ലോസ് ചെയ്തത്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഫ്യൂച്ചർ മാർക്കറ്റുകൾ ഇടിവിൽ തന്നെയാണ്. ബുധനാഴ്ച നടക്കാനിരിക്കുന്ന ഫെഡറൽ മീറ്റിംഗിന് മുന്നോടിയായി ഒരു സൈഡ് വേസിലാണ് മാർക്കറ്റ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നാൽ വളരെ ശക്തമായ നിലയിൽ തന്നെയാണ് ഇന്ത്യൻ മാർക്കറ്റുകൾ ഉള്ളത്. ഇന്നലെയും പുതിയ ഓൾ ടൈം ഹൈ നിഫ്റ്റിയും സെൻസെക്സും മിഡ് ക്യാപ്പും എല്ലാം രചിച്ചു. പക്ഷേ ഇന്ന് നിഫ്റ്റിയിൽ നമുക്കൊരു 35 മുതൽ 45 പോയിന്റ്സിന്റെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത് എന്നാണ് ഗിഫ്റ്റ് നിഫ്റ്റി സൂചിപ്പിക്കുന്നത്. ഒത്തിരിയേറെ വാർത്തകളുള്ള ഒരു ദിനം കൂടിയാണ്. സെബി ഇൻസൈഡർ ട്രേഡിംഗ് നിയമങ്ങൾ വിപുലീകരിക്കാൻ ഒരുങ്ങുന്നു. PMAY അർബൻ സ്കീമിന് കീഴിൽ 10 ദശലക്ഷം വീടുകൾ ഒരുങ്ങുന്നു എന്നിങ്ങനെയുള്ള വാർത്തകളെല്ലാം ഉണ്ട്. എല്ലാ വാർത്തകളിലേക്കും നമുക്ക് വരാം. ആദ്യം വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളിൽ നിന്ന് തുടങ്ങാം. ആദ്യത്തെ വാർത്ത, സെബി ഇൻസൈഡർ ട്രേഡിംഗ് നിയമങ്ങൾ വിപുലീകരിക്കാൻ ഒരുങ്ങുന്നു. ആദ്യം ഇൻസൈഡർ ട്രേഡിംഗ് എന്താണ് എന്നതിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. ഇൻസൈഡർ ട്രേഡിംഗ് എന്നത് കമ്പനികളെക്കുറിച്ചുള്ള രഹസ്യ സ്വഭാവമുള്ളതും പരസ്യമല്ലാത്തതുമായ വിവരങ്ങളിലേക്ക് ആക്സസ് ഉള്ള ആളുകൾ കമ്പനിയുടെ സ്റ്റോക്ക് വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്നതാണ് ഇൻസൈഡർ ട്രേഡിംഗ് എന്നത്. അതായത് ഇൻസൈഡർ ട്രേഡിംഗ് നടത്തുന്ന ആളുകൾ അൺഫെയർ ആയിട്ട് മാർക്കറ്റിന്റെ ഒരു അഡ്വാൻറ്റേജ് എടുക്കുന്നു. ഇനിയിപ്പോൾ ഇൻസൈഡർ ട്രേഡിംഗിൽ സെബിയുടെ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ബന്ധുക്കൾ, ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ, പങ്കാളികൾ, കുടുംബാംഗങ്ങൾ, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി എന്നിവരെ ഉൾപ്പെടുത്താനായി ഇൻസൈഡർ ട്രേഡിംഗ് നിയമങ്ങൾ മാറ്റം വരുത്താൻ സെബി ഉദ്ദേശിക്കുന്നു. ഓഗസ്റ്റ് 18-നകം കൺസൾട്ടേഷൻ പേപ്പറിൽ പൊതു അഭിപ്രായങ്ങൾ സെബി ക്ഷണിക്കുന്നു. ഈ ഒരു തീരുമാനത്തിലൂടെ സെബി ലക്ഷ്യമിടുന്നത് റെഗുലേറ്ററി പിഴവുകൾ ഒഴിവാക്കുക, മാർക്കറ്റിൽ ഒരു ഫെയർനെസ് കൊണ്ടുവരിക, ട്രാൻസ്പാരൻസി കൊണ്ടുവരിക എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഇതുകൂടാതെ മിസ്യൂസുകൾ ഒഴിവാക്കുക, ഇൻവെസ്റ്റേഴ്സിനിടയിൽ ഒരു കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുക എന്നൊക്കെ ഉള്ളത് ലക്ഷ്യങ്ങൾ തന്നെയാണ്. ഏതായാലും ഇത് മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ നല്ലൊരു വാർത്ത തന്നെയാണ്. മറ്റൊരു വാർത്തയിലേക്ക്, പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ സ്കീമിന് കീഴിൽ കഴിഞ്ഞ 9 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കിയത് 8.5 ദശലക്ഷം വീടുകളാണ് എന്ന് റിപ്പോർട്ട് വരുന്നു. സാങ്ഷൻ ചെയ്ത 2 ട്രില്യൺ രൂപയിൽ നിന്ന് 1.64 ട്രില്യൺ രൂപ സർക്കാർ ഇതിനകം വിതരണം ചെയ്തു. ഇനി ഏറ്റവും ഹൈലൈറ്റ് ആയ കാര്യം എന്നത്, പ്രധാനമന്ത്രി ആവാസ് യോജന അർബന് കീഴിൽ 10 മില്യൺ അധിക വീടുകൾക്കായി 2.2 ട്രില്യൺ രൂപയുടെ കേന്ദ്ര സഹായം ഫിനാൻഷ്യൽ ഇയർ 2025 ബഡ്ജറ്റിൽ ഉൾപ്പെടുന്നു. അതായത് അടുത്ത 5 വർഷത്തിൽ വലിയ വികസനം തന്നെയാണ് ഈ സ്കീം പ്രകാരം വരുന്നത് എന്ന് കാണാം. ഏതായാലും വീടുകൾ കൺസ്ട്രക്ട് ചെയ്ത് കൊടുക്കുന്നതിൽ വലിയ പുരോഗതിയുണ്ടെങ്കിലും നഗരഭവനങ്ങളുടെ രൂക്ഷമായ ക്ഷാമം ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന് ചില റിപ്പോർട്ടുകൾ കാണിക്കുന്നു. ദ്രുതഗതിയിലുള്ള നഗരവൽക്കരണം കാരണം 2034ഓടെ 78 ദശലക്ഷത്തിലധികം നഗരഭവന യൂണിറ്റുകൾ ആവശ്യമാണെന്ന് നൈറ്റ് ഫ്രാങ്കിന്റെയും CIEയുടെയും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു. ഏതായാലും ഈ ഒരു വാർത്ത ഈ സെക്ടറിൽ ഇനിയും ഒരുപാട് വികസനം വരാനുണ്ട് എന്ന് കാണിക്കുന്നു. വളരെ പോസിറ്റീവായ വാർത്ത തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മൾ സെക്ടറുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ആൻഡ് കൺസ്ട്രക്ഷൻ സെക്ടറുകൾ, ഇൻഫ്രാസ്ട്രക്ചർ, ഫിനാൻഷ്യൽ സർവീസസ്, മാനുഫാക്ചറിങ് തുടങ്ങിയ സെക്ടറുകൾക്ക് വളരെ പോസിറ്റീവ് ആവാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ ധാരാളം എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യാനും ഈ വാർത്ത വഴി നമുക്ക് സാധ്യത കാണുന്നുണ്ട്. ഈ വാർത്തകൾക്കിടയിൽ നമ്മൾ സെക്ടറുകളുടെ കാര്യമൊക്കെ പറയുന്നത് നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ്. അത് റെക്കമെൻഡേഷൻ ഒന്നും ആയിട്ട് ആരും എടുക്കരുത്. ഇനി നമുക്ക് Q1 റിസൾട്ടുകളിലേക്ക് വരാം. ആദ്യം ഗുഡ് ലക്ക് ഇന്ത്യ. നെറ്റ് പ്രോഫിറ്റിൽ 26% വർധനവാണ് നെറ്റ് പ്രോഫിറ്റിൽ വന്നിരിക്കുന്നത്. ക്വാർട്ടർ ടു ക്വാർട്ടർ ബേസിസിൽ 35.99 കോടി രൂപയിലാണ് ഇപ്പോൾ നെറ്റ് പ്രോഫിറ്റ് ഉള്ളത്. എബിറ്റയിൽ ക്വാർട്ടർ ടു ക്വാർട്ടർ കമ്പയർ ചെയ്യുമ്പോൾ 12.39% വർധനവ് രേഖപ്പെടുത്തിയിരിക്കുന്നു. അടുത്തത് അദാനി ഗ്രൂപ്പ് സിമന്റ് കമ്പനിയായ ACC ലിമിറ്റഡ്. കമ്പനി നെറ്റ് പ്രോഫിറ്റിൽ 22.5% ഇടിവാണ് രേഖപ്പെടുത്തിയത്. 361.4 കോടി രൂപയിലാണ് നെറ്റ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 1% ഇടിവ് വന്നിരിക്കുന്നു. ഇയർ ഓൺ ഇയറുമായി ബന്ധപ്പെട്ട കണക്കാണ്. 5155 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്തതായി റിസൾട്ട് വന്ന മറ്റൊരു കമ്പനി കൽപ്പതാരു പ്രൊജക്ട്സ് ആണ്. കൽപ്പതാരു പ്രൊജക്ട്സ് ഇന്റർനാഷണൽ ലിമിറ്റഡ് തിങ്കളാഴ്ച 2024 ജൂൺ പാദത്തിൽ ഏകീകൃത അറ്റാദായത്തിൽ 26% ഇടിവ് രേഖപ്പെടുത്തിയതായി അറിയിച്ചു. 84 കോടി രൂപയിലാണ് നെറ്റ് പ്രോഫിറ്റ് ഉള്ളത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 113 കോടി രൂപയായിരുന്നു കമ്പനിയുടെ ലാഭമായി ഉണ്ടായിരുന്നത്. മറ്റൊരു കമ്പനി HPCL ആണ്, ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്. നെറ്റ് പ്രോഫിറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത് 633.94 കോടി രൂപയാണ്. അതായത് നെറ്റ് പ്രോഫിറ്റിൽ ഇയർ ഓൺ ഇയറുമായി കമ്പയർ ചെയ്യുമ്പോൾ 90.6% ഇടിവാണ് വന്നിരിക്കുന്നത്. വലിയൊരു ഫോൾ തന്നെയാണ് നെറ്റ് പ്രോഫിറ്റിൽ വന്നിരിക്കുന്നത്. കമ്പനിയുടെ ടോട്ടൽ ഇൻകം ഏറെക്കുറെ ഫ്ലാറ്റ് ആയ രീതിയിൽ തന്നെയാണുള്ളത്.
ഇപ്പോൾ നമ്മൾ ചില കമ്പനികളുടെ മോശം റിസൾട്ടുകളാണ് പറഞ്ഞത്. ഇനി അടുത്തത് ഒരു പോസിറ്റീവായ റിസൾട്ടിലേക്ക്. ഡാറ്റ പാറ്റേൺസ്. നെറ്റ് പ്രോഫിറ്റിൽ 27% വർധനവാണ് വന്നിരിക്കുന്നത്. 33 കോടി രൂപയിലാണ് നെറ്റ് പ്രോഫിറ്റ് ഇപ്പോൾ ഉള്ളത്. റവന്യൂ രേഖപ്പെടുത്തിയത് 15% വർധനവാണ്. 116 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. മറ്റ് സ്റ്റോക്ക് ന്യൂസുകൾ കൂടി ഒന്ന് നോക്കാം. ആദ്യം ITD സിമെന്റേഷൻ ഇന്ത്യയെക്കുറിച്ചുള്ള വാർത്തയാണ്. ന്യൂഡൽഹിയിൽ റെസിഡൻഷ്യൽ കോളനി നിർമ്മിക്കുന്നതിനായിട്ട് 1237 കോടി രൂപയുടെ പുതിയ ഒരു പ്രൊജക്റ്റ് കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നു. അടുത്തത് RVNL ആണ്. 739 കോടി രൂപയുടെ പുതിയ ഒരു ഓർഡർ കമ്പനിക്ക് ലഭിച്ചു എന്നൊരു പോസിറ്റീവായിട്ടുള്ള വാർത്ത. ഇന്ന് റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ മാത്രം നമുക്കൊന്ന് പറഞ്ഞു പോകാം. ബാക്കിയുള്ള ലിസ്റ്റുകൾ മുഴുവനായിട്ട് നമ്മൾ ഈ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. 361 വാം, ഓട്ടോമൊബൈൽ കോർപ്പറേഷൻ ഓഫ് ഗോവ, ADF ഫുഡ്സ്, ഏജസ് ലോജിസ്റ്റിക്സ്, അജന്ത ഫാർമ, അപ്പർ ഇൻഡസ്ട്രീസ്, അരവിന്ദ് സ്മാർട്ട് സ്പേസസ്, കാർബോറണ്ടം യൂണിവേഴ്സൽ, കാർട്രൈഡ് ടെക്, കാസ്ട്രോൾ ഇന്ത്യ, ഡിക്സൺ ടെക്നോളജീസ്, എക്സൈഡ് ഇൻഡസ്ട്രീസ്, ഫൈൻ ഓർഗാനിക് ഇൻഡസ്ട്രീസ്, ഫോഴ്സ് മോട്ടോഴ്സ്, ഫസ്റ്റ് സോഴ്സ് സൊല്യൂഷൻസ്, ഗെയിൽ, ഗ്രാനുൾസ് ഇന്ത്യ, ഗ്രീൻ പാനൽ ഇൻഡസ്ട്രീസ്, ഇൻഡസ് ടവേഴ്സ്, IOC, ജോൺസൺ, ജിൻഡാൽ സ്റ്റെയിൻലെസ്, ലോഡ് എഞ്ചിനീയറിംഗ് വർക്ക്സ്, ലോയിഡ് മെറ്റൽ ആൻഡ് എനർജി, മാക്രോടെക് ഡെവലപ്പേഴ്സ്, മനോരമ ഇൻഡസ്ട്രീസ്, MOIL, നവീൻ ഫ്ലോറിൻ, സ്റ്റെർലൈറ്റ് ടെക്, ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട്സ്, ടിറ്റാഗ്ര റെയിൽ, ടൊറൻ ഫാർമ, TVS സപ്ലൈ ചെയിൻ എന്നിവയാണ് പ്രധാനപ്പെട്ട കുറച്ച് കമ്പനികൾ. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്ക് ഇന്ത്യ സിമെന്റ്സ് ആണ്. ഇതൊക്കെയാണ് ഇന്ന് സ്റ്റോക്കുകളുമായി റിലേറ്റ് ചെയ്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് വാർത്തകൾ. ഇനി നമ്മുടെ ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ 11 മണി മുതൽ 3:30 വരെയാണ്. സ്റ്റുഡൻസിന് ആർക്കെങ്കിലും ലൈവ് കാണാൻ സാധിക്കുന്നില്ല എങ്കിൽ തൊട്ടുമുകളിൽ നമ്മളിവിടെ ഒരു വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ചതിന് ശേഷം ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ, അതായത് എഡ്യൂക്കേഷണൽ ടെലഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇന്നലത്തെ മാർക്കറ്റ് ഹൈലൈറ്റ്സിലേക്ക്. നിഫ്റ്റിയും സെൻസെക്സും മിഡ് ക്യാപ് ഇൻഡെക്സും പുതിയ ഓൾ ടൈം ഹൈ ലെവലുകൾ ടച്ച് ചെയ്തു. ചരിത്രത്തിൽ ആദ്യമായി നിഫ്റ്റി 25,000 എന്ന മാർക്കിന് തൊട്ടരികെ വരെ എത്തി. 24,999 ആയിരുന്നു ഇന്നലത്തെ ഓൾ ടൈം ഹൈ ലെവൽ. PSU ബാങ്കുകൾ PNBയുടെ മികച്ച റിസൾട്ടുകൾക്ക് ശേഷം ഉയരുകയുണ്ടായി. കൂടാതെ Q1 റിസൾട്ടുകൾക്ക് ശേഷം ICICI ബാങ്ക്, ഇൻഡസ്ഇൻഡ് ബാങ്ക്, പവർ ഗ്രിഡ്, NTPC എന്നിവ പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്യുന്നത്. പുതിയ ഓർഡറുകൾ ലഭിച്ചതിനെ തുടർന്ന് L&T 3% ഉയർന്നു. NBCC 7% ഉയർന്നു. AIA എഞ്ചിനീയറിംഗ് ഓഗസ്റ്റ് 7 ഷെയർ ബൈബാക്ക് പ്രഖ്യാപിച്ചതോടെ 5% ഉയർന്നു. നിഫ്റ്റിയിലേക്ക് ഒരു വോളറ്റൈൽ ഡേയ്ക്കൊടുവിൽ 24,999 എന്ന പുതിയ ഓൾ ടൈം ഹൈ ലെവൽ നിഫ്റ്റി ടച്ച് ചെയ്തു. ഇന്നലെ ക്ലോസ് ചെയ്യുന്നത് 8 പോയിന്റ്സ് മാത്രം നേട്ടത്തിലായിരുന്നു. കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷനുകൾ കൊണ്ട് മാത്രം നിഫ്റ്റി ഉയർന്നത് 800-ലേറെ പോയിന്റ്സ് ആണ്. ഹവർലി മൊമെന്റം ഇൻഡിക്കേറ്റർ ഒരു നെഗറ്റീവ് ക്രോസ് ഓവർ കാണിക്കുന്നു. എന്നിരുന്നാലും നിഫ്റ്റി ഇപ്പോൾ കീ മൂവിംഗ് ആവറേജുകൾക്കൊക്കെ മുകളിലായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അതെല്ലാം പോസിറ്റീവ് ആയിട്ടുള്ള ഫാക്ടർ തന്നെയാണ്. ഡൗൺ സൈഡിൽ ഒരു ക്രൂഷ്യലായ സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 24,650 മുതൽ 24,600 വരെയുള്ള ഒരു ലെവലാണ്. അപ്സൈഡിലേക്ക് വന്നാൽ ഇന്നലെ 2 തവണ 25,000 എന്ന മാർക്ക് ടച്ച് ചെയ്തതിന് ശേഷം തിരിച്ച് നിഫ്റ്റി ഇറങ്ങുകയുണ്ടായി. അതുകൊണ്ട് തന്നെ 25,000 ഒരു ക്രൂഷ്യലായ റെസിസ്റ്റൻസ് തന്നെയാണ് എന്ന് നമുക്ക് വിലയിരുത്താം. അടുത്തത് ഡെയിലി ക്യാൻഡിലാണ്. അപ്പർ ലോവർ വിക്കോട് കൂടിയ ഒരു ബിയറിഷ് ക്യാൻഡിലാണ് ഡെയിലി ചാർട്ടിൽ ഫോം ആയിരിക്കുന്നത്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ നിഫ്റ്റിയുടെ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്ക് ആദ്യം 25,000 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് ഉള്ളത്. അതിനുശേഷം 25,500 സ്ട്രൈക്കിലും അതിനുശേഷം 25,200 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് ഉള്ളത് 24,000 ആണ്. അതിനുശേഷം 24,500 സ്ട്രൈക്കും അതിനുശേഷം 24,400 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് സൈക്കോളജിക്കൽ ലെവലായ 25,000 തന്നെയാണ്. സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 24,500. ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങൾ പരിശോധിക്കാം. ആദ്യം നമ്മൾ 24,850 സ്ട്രൈക്കാണ് എടുക്കുന്നത്. 8% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്, 15% വർധനവ് കോൾ സൈഡിൽ ഒരു ഷോർട്ട് ബിൽഡപ്പ് കാണാം. 24,800 സ്ട്രൈക്കിൽ 1% ഇടിവ് നമുക്ക് പുട്ട് സൈഡിൽ കാണുന്നുണ്ട്. ഒരു ലോങ് അൺവൈൻഡിങ് ആണ് ആ സ്ട്രൈക്കിൽ നടക്കുന്നത്. 7% വർധനവ് കോൾ സൈഡിൽ കാണാം, ഷോർട്ട് ബിൽഡപ്പാണ്. 24,900 സ്ട്രൈക്കിൽ 75% വർധനവ് പുട്ട് സൈഡിൽ ഒരു നല്ല ശക്തമായ ലോങ് ബിൽഡപ്പ്. എന്നാൽ കോൾ സൈഡ് താരതമ്യേന ദുർബലമാണ്. 16% വർധനവ് മാത്രമേ ഉള്ളൂ. ഒരു ചെറിയ ഷോർട്ട് ബിൽഡപ്പ് മാത്രമാണ് അതിലുള്ളത്. ഈ 3 സ്ട്രൈക്കുകളും കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് കോൾ സെല്ലേഴ്സ് 24,850 24,800 നല്ല സ്ട്രോങ് ആയി നിൽക്കുന്നു എന്ന് കാണാം. ഇനി 24,900 സ്ട്രൈക്കിൽ പുട്ട് സെല്ലേഴ്സ് ആണ് നല്ല സ്ട്രോങ് ആയി നിൽക്കുന്നത്. മാർക്കറ്റിനെ മുകളിലേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള പുട്ട് സെല്ലേഴ്സ് നല്ല സ്ട്രോങ് ആയി തന്നെ നിൽക്കുന്നുണ്ട്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് ഒരു എക്സ്ട്രീം വോളറ്റൈൽ ദിനം തന്നെയായിരുന്നു ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഇന്നലെ ഉണ്ടായിരുന്നത്. കാരണം 1% നേട്ടത്തിലുണ്ടായിരുന്ന ബാങ്ക് നിഫ്റ്റി
പിന്നീട് 0.22% നേട്ടത്തിൽ മാത്രമാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ ഡെയിലി ക്യാൻഡിൽ പരിശോധിക്കുകയാണെങ്കിൽ വലിയ അപ്പർ വീക്കോട് കൂടിയ ഒരു ഷൂട്ടിംഗ് സ്റ്റാറിന് സമാനമായ ക്യാൻഡിലാണ് ഇന്നലെ ഫോം ആയിരിക്കുന്നത്. ഹയർ ലെവലിൽ നല്ല സെല്ലിംഗ് പ്രഷറിന്റെ സൂചനകളാണ് ബാങ്ക് നിഫ്റ്റി സൂചിപ്പിക്കുന്നത്. ഡൗൺ സൈഡിൽ 51,200 മുതൽ 51,000 വരെയുള്ളത് പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് ആവാൻ സാധ്യതയുണ്ട്. അപ്സൈഡിലേക്ക് വന്നാൽ 51,800 മുതൽ 52,000 വരെയുള്ളത് പ്രധാനപ്പെട്ട മറ്റൊരു ലെവലാവാനും സാധ്യതയുണ്ട്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ ബാങ്ക് നിഫ്റ്റിയുടെ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്ക് ആദ്യം 53,000 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് ഉള്ളത്. അതിനുശേഷം 52,000 സ്ട്രൈക്കും അതിനുശേഷം 52,500 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 50,000 അതിനുശേഷം 50,200 അതിനുശേഷം 50,300 സ്ട്രൈക്കിലുമാണ്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 52,000 സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 50,300. ഇന്ത്യ വിക്സിലേക്ക് ഇന്നലെ 5.70% ഉയർന്ന് 12.94 ഇന്നലെ ഇന്ത്യ വിക്സ് ക്ലോസ് ചെയ്യുന്നത്. ആദ്യം ഗ്ലോബൽ മാർക്കറ്റ് സെഗ്മെന്റിൽ FIDA ആക്ടിവിറ്റിയാണ്. FIs വീണ്ടും സെല്ലിങ്ങിലേക്ക് പോയൊരു ദിവസമായിരുന്നു ഇന്നലെ. 2,474 കോടി രൂപയ്ക്കാണ് ഇന്നലെ അവർ സെല്ല് ചെയ്ത്. DIs ആവട്ടെ 5,665 കോടി രൂപയ്ക്ക് വലിയ ഒരു ബൈയിങ് തന്നെ ഇന്നലെ നടത്തി. US മാർക്കറ്റിലേക്ക് വരാനിരിക്കുന്ന ഫെഡ് മീറ്റിംഗിന് മുന്നോടിയായി S&P 500ഉം നാസ്ഡാക്കും ചെറിയ നേട്ടത്തിൽ ക്ലോസ് ചെയ്തു. ഡൗ ജോൺസ് മാത്രമാണ് ഇന്നലെ ഇടിഞ്ഞത്. ഈ ആഴ്ച US മാർക്കറ്റിനെ സംബന്ധിച്ച് നിർണായകം തന്നെയാണ്. കാരണം പ്രധാനപ്പെട്ട കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ടുകൾ വരുന്ന ഒരാഴ്ചയാണ്. മൈക്രോസോഫ്റ്റ്, ആപ്പിൾ, മെറ്റ, ആമസോൺ എന്നിവയുടെ റിസൾട്ട് കൂടാതെ ഫെഡറൽ റിസർവ് മീറ്റിംഗ് ബുധനാഴ്ച നടക്കുന്നുണ്ട്. ഇതിനു പുറമെ ജൂലൈ മാസത്തെ നോൺ ഫാം പേറോൾ റിപ്പോർട്ട് ഡാറ്റ വെള്ളിയാഴ്ചയാണ് പുറത്തു വരുന്നത്. ലേബർ മാർക്കറ്റ് വീക്ക് ആവുന്നുണ്ടോ എന്ന് ഇൻവെസ്റ്റേഴ്സ് ഉറ്റുനോക്കുന്ന ഡാറ്റയാണ് അത്. അതുകൊണ്ട് ആ ഡാറ്റ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോൾ ഫോക്കസിലുള്ളത് സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് തന്നെയാണ്. റിസൾട്ട് 2000 തന്നെയാണ് ഇപ്പോൾ ഫോക്കസിലുള്ളത്. 3 ആഴ്ചത്തെ നേട്ടത്തിന് ശേഷം ഇന്നലെ 1% ഇടിവ് നേരിട്ടത് റിസൾട്ട് 2000 ആയിരുന്നു. അടുത്തതായി S&P 500ലെ 11 മേജർ സെക്ടറുകളിൽ കൺസ്യൂമർ ഡിസ്ക്രിഷണറിയാണ് ഇന്നലെ വലിയ നേട്ടമുണ്ടാക്കിയത്. ഓയിൽ പ്രൈസുകൾ കുറഞ്ഞതിനെ തുടർന്ന് എനർജി സ്റ്റോക്കുകളിൽ 0.9% ഇടിവും നേരിട്ടു. മോർഗൻ സ്റ്റാൻലി സ്റ്റോക്കുകളിൽ US ഓട്ടോ ലിസ്റ്റിൽ ടോപ്പ് പിക്കായി ടെസ്ലയെ ആഡ് ചെയ്തതോടെ 5.6% ടെസ്ല ഉയർന്നു. ക്രിപ്റ്റോ റിലേറ്റഡ് ആയ സ്റ്റോക്കുകളിൽ ഇന്നലെ ഒരു വലിയ ഇടിവാണ് കണ്ടത്. 7 ആഴ്ചത്തെ നേട്ടത്തിന് ശേഷം ഇന്നലെ ക്രിപ്റ്റോ റിലേറ്റഡ് ആയ സ്റ്റോക്കുകൾ ഒരു ഇടിവിലേക്ക് പോയി. ഇന്നലെ ബിറ്റ്കോയിനും 2% ഇടിഞ്ഞിരുന്നു. LSEG ഡാറ്റ അനുസരിച്ച് S&P 500 കമ്പനികളിൽ 40%-ലധികം റിസൾട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നത്, ക്വാർട്ടർലി റിസൾട്ടുകൾ. അതിൽ 79%-ഉം എക്സ്പെക്ടേഷനെ ബീറ്റ് ചെയ്യുന്ന റിസൾട്ടുകൾ തന്നെയാണ് എന്നാണ് ഡാറ്റ സൂചിപ്പിക്കുന്നത്. അടുത്തതായി US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ ഇന്നലത്തെ പ്രകടനത്തിലേക്കാണ്. ഇൻഫോസിസ് ടെക് സൈഡിൽ നിന്നും 0.83% ഇടിവിലാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. വിപ്രോ ഒരു മ്യൂട്ടഡ് അവസ്ഥയിൽ ക്ലോസ് ചെയ്തു. ബാങ്കിങ് സൈഡിൽ ICICI ബാങ്ക് 0.07% നേട്ടത്തിൽ, HDFC ബാങ്ക് 0.84% ഇടിവിലും ഇന്നലെ ക്ലോസ് ചെയ്തു. ഇന്നലെ നേട്ടമുണ്ടാക്കിയത് റിലയൻസ് ഇൻഡസ്ട്രീസ് തന്നെയായിരുന്നു. 2.45% നേട്ടത്തിലാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന US മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഇടിവിലാണ്. ഡൗ ജോൺസ് 0.19% ഇടിവിലും S&P 500 0.18% ഇടിവിലും ട്രേഡ് ചെയ്യുന്നു. ഇന്നലെ ക്ലോസ് ചെയ്ത യൂറോപ്യൻ മാർക്കറ്റുകളും ഒരു മിക്സഡ് അവസ്ഥയിലാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ആദ്യം UK മാർക്കറ്റ് FTSE 0.08% നേട്ടത്തിൽ ക്ലോസ് ചെയ്തപ്പോൾ ജർമ്മൻ മാർക്കറ്റ് ഡാക്സ് 0.53% ഇടിവിലും ഫ്രാൻസ് മാർക്കറ്റ് CAC 0.98% ഇടിവിലും ക്ലോസ് ചെയ്തു. സ്റ്റോക്ക് 600 0.18% ഇന്നലെ ഇടിഞ്ഞത്. ഓട്ടോ സ്റ്റോക്കുകൾ വലിയ നഷ്ടം രേഖപ്പെടുത്തി 1.35% ഇടിഞ്ഞു. യൂറോപ്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് ഈ ആഴ്ച വരാനിരിക്കുന്ന ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ തന്നെയാണ്, അതായത് വ്യാഴാഴ്ച പുറത്തു വരുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇവൻ്റ് ആയിട്ട് നമുക്ക് വാച്ച് ചെയ്യാൻ കഴിയുന്നത്. ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന യൂറോപ്യൻ മാർക്കറ്റിൻ്റെ ഫ്യൂച്ചേഴ്സ് കനത്ത ഇടിവിൽ തന്നെയാണ്. ഡാക്സ് 0.32% ഇടിവിൽ, CAC 0.34% ഇടിവിൽ, FTSE 0.17% ഇടിവിലും ട്രേഡ് ചെയ്യുന്നു. അടുത്തതായി ഇപ്പോൾ ഓപ്പൺ ചെയ്ത ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക് വരാം. ആദ്യം ഗിഫ്റ്റ് നിഫ്റ്റി ഉള്ളത് 24,879.50 എന്ന നിലയിലാണ്. 73 പോയിന്റ്സ് ഡൗൺ സൈഡിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 5 മിനിറ്റാണ്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ നമുക്ക് 35 മുതൽ 45 പോയിന്റ്സിൻ്റെ ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. മറ്റ് ഏഷ്യൻ മാർക്കറ്റുകളിൽ ജപ്പാൻ മാർക്കറ്റ് നിക്കി ഉള്ളത് 0.64% ഇടിവിൽ, തായ്വാൻ മാർക്കറ്റ് 0.57% ഇടിവിൽ, കോസ്പി മാർക്കറ്റ് 0.90% ഇടിവിൽ, സിംഗപ്പൂർ മാർക്കറ്റ് ഒരു മ്യൂട്ടഡ് അവസ്ഥയിൽ ട്രേഡ് ചെയ്യുന്നു. ഓയിൽ പ്രൈസുകൾ
ഇസ്രായേലും ഇറാൻ പിന്തുണയുള്ള മലേഷ്യൻ ഹിസ്ബുള്ളും തമ്മിലുള്ള യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്നലെ ഓയിൽ പ്രൈസുകൾ ഇടിയുകയുണ്ടായി. 2% ഇന്നലെ ഇടിഞ്ഞത്. ഇപ്പോഴും ഓപ്പൺ ചെയ്ത ഓയിൽ പ്രൈസുകൾ ഇടിവിൽ തന്നെയാണ്. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് $80 താഴേക്ക് വന്നിരിക്കുന്നു. $78.83 പെർ ബാരൽ എന്ന നിലയിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. 0.40% ഇടിവിലാണ് ഉള്ളത്. WTI ഉള്ളത് $75.58 പെർ ബാരൽ എന്ന നിലയിൽ 0.30% ഇടിവിൽ ട്രേഡ് ചെയ്യുന്നു. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകൾ ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, ഫിനാൻഷ്യൽ എക്സ്പ്രസ്, CNBC, റോയിറ്റേഴ്സ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും അത് റെക്കമെൻഡേഷൻ ആണെന്ന് ആരും തന്നെ എടുക്കരുത്. ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.